റേസർ അല്ലേ? ഇത് വീട്ടിലൊരെണ്ണം ഉണ്ടല്ലോ, അത് വാങ്ങണ്ട കേട്ടോ ഇനി. അങ്ങനെ ഓണിങ് എത്തിയില്ലേ, ഏകദേശം വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ജസബേബിയുടെ ഉമ്മമ്മയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ ഇറങ്ങിയതാണ്. ഷോപ്പിൽ ഇറങ്ങിയപ്പോൾ ഇതാ ഏകദേശം ഷോപ്പൊക്കെ ക്ലോസ് ആക്കാനായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി ഏകദേശം അവളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാൻ ഇത് കണ്ടത്. നമ്മുടെ പഴയ ഒരുപാട് ഓർമ്മകൾ ഒതുക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ലെക്സിയുടെ പെന്ന്. ഈ ലെക്സിയുടെ പെന്ന് യൂസ് ചെയ്തിട്ട് എത്ര പേര് എഴുതിയിട്ടുണ്ടെന്ന് ഒന്ന് പറയണം. ഇപ്പൊ പിന്നെ കുട്ടീസിനെ 2 ബിങ്കോന്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീമോനിയനായിരുന്നു ഫ്ലേവർ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഞാൻ നോക്കിയത്. ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ എല്ലാ കളക്ഷൻസും കുറച്ചൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു സമയത്താണ് നമ്മുടെ ജസബിബിത ഇതും പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. ഒരു എറേസറിന്റെ കൂട്ടാണ്, കുറെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു നോക്കി, രക്ഷയില്ല. പക്ഷെ അതും വാങ്ങേണ്ടി വന്നു. ഏതാ എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളതാ ഈ ഒരു പൊരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഏത് ടൈമിലും കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഐബുവിന് ചെറിയൊരു എറേസറും കൂടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അത് വാങ്ങിയതല്ലേ, പിന്നെ തല്ലാകും. സോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഇതൊരു നമ്മുടെ ബർഗറിന്റെ ലോലിപോപ്പ് ആയിരുന്നു. പക്ഷെ ഇത് പോലെ തന്നെ എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലേവർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.